പിറ്റോ ട്യൂബ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമുക്ക് വരിക. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ രണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു, വെഞ്ചറി മീറ്റർ, മോറിഫൈസ് മീറ്റർ ആയിരുന്നു. അത് ഡിസ്ചാർജ് മെഷർ ചെയ്യാനാണെങ്കിൽ ഇവിടെ പിറ്റോ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പൈപ്പിലെയോ അല്ലെങ്കിൽ ഒരു ചാനലിലെയോ നമുക്ക് വെലോസിറ്റി മെഷർ ചെയ്യാനായിട്ട്, ലിക്വിഡിൻ്റെ ആ ഫ്ലോയിങ് ലിക്വിഡിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് നമുക്ക് എന്ത് പറയുന്നത്, പിറ്റോ ട്യൂബ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് എനി പോയിന്റ് ഇൻ എ പൈപ്പ് ഓർ എ ചാനൽ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ആ ഒരു പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്താണ്, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കൂടെ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഈ ഒരു പൈപ്പിൽ കൂടെ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ അവിടേക്ക് നമുക്ക് ഇതേപോലെ ഒരു പിറ്റോഡ് ട്യൂബ്, ഒരു 90 ഡിഗ്രി ബെൻഡുള്ള ഒരു ട്യൂബ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പിറ്റോഡ് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഇതിനകത്തൂടെ ഈ ഫ്ലോ ചെയ്തിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്ത് വരികയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ, ആ പിറ്റോ ട്യൂബിൻ്റെ പോയിന്റ് എത്തുമ്പോൾ എന്താ സംഭവിക്കുക, അതിൻ്റെ വെലോസിറ്റി പെട്ടെന്ന് എന്താവും, 0 ആകും. ഓക്കെ, വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ബിക്കംസ് 0. ഓക്കെ, ആ ഒരു പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്ന്. ഓക്കെ, അതായത് ഒരു ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി പെട്ടെന്ന് മൂവിങ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ഒരു ലിക്വിഡിൻ്റെ വെലോസിറ്റി എന്താണ്, സഡൻലി അത് 0 ആകുകയാണെന്ന് വെക്കുക. അപ്പോൾ ആ 0 ആകുന്ന പോയിന്റിലേക്ക് എന്താണ് അവിടെ സംഭവിക്കുക, ആ ഒരു 0 ആകുന്ന വെലോസിറ്റി 0 ആകുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ള അവിടുത്തെ ആ ഒരു പ്രഷറിന് നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയും. അവിടെയുള്ള ടെമ്പറേച്ചർ നമ്മൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്ന് പറയും. അപ്പോൾ നമുക്ക് അവിടെയുള്ള ആ പ്രോപ്പർട്ടീസിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലോയിലുള്ള ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് വന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഫ്ലോ പെട്ടെന്ന് 0യിലേക്ക് എത്തുക, വെലോസിറ്റി 0യിലേക്ക് എത്തുകയാണെങ്കിൽ ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഇപ്പോൾ നമുക്ക് ഈ കേസിൽ നമുക്ക് ഈ പോയിന്റ് 2 ആണ് നമുക്ക് എന്ത് പറയുക, സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ കോമൺ ആയിട്ട് ആലോചിച്ചതിന് അറിയാം, ഒരു പൈപ്പിൽ കൂടെ അല്ലെങ്കിൽ ഒരു ചാനലിൽ കൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഇതേപോലെ ഒരു ട്യൂബ് നമ്മൾ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഇവിടെ ഇപ്പോൾ ഈ ലിക്വിഡിന് മൂവ്മെന്റ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് എന്താണ്, ഈ ഒരു പൈപ്പിന്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത്, ഈ പൈപ്പിൽ കൂടെ ഈ ലിക്വിഡ് ഇത്രയും ഉയർന്നു പോകില്ല. ഈ പൈപ്പിലുള്ള ഈ ലിക്വിഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, H തന്നെ ആയിരിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. കാര്യം എന്താണ്, ഒരു മൂവ്മെന്റ് ഇല്ലാത്ത ഒരു ലിക്വിഡിലാണ് നമ്മൾ ഈ പൈപ്പ് കൊണ്ടുവന്ന് വെക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും എന്താണ്, നമുക്ക് ഈ പൈപ്പിന് മുകളിലേക്ക്, ഈ ഒരു പൈപ്പിന് മുകളിലേക്ക് നമുക്ക് എന്താ ലിക്വിഡിൻ്റെ ഈ ഹൈറ്റ് ഉയർന്നു പോവില്ല. അല്ല, ഇവിടെ H ഹൈറ്റ് കാണിച്ചിരിക്കുന്ന പോലെ ഈ ലിക്വിഡ് ഉയരില്ല. ഇനി ഈ ഒരു ലിക്വിഡിന് ഒരു മൂവ്മെന്റ് വെലോസിറ്റി ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ അത് ഇവിടെ വരുമ്പോൾ ആ വെലോസിറ്റി പെട്ടെന്ന് 0 ആകുകയും അതെന്താണ് പ്രഷറായിട്ട് നമുക്ക് ഇതിനകത്തൂടെ ആ റൈസ് കാണിക്കാൻ, ലിക്വിഡിന്റെ ഹൈറ്റ് ഇവിടെ ഈ റൈസ് കാണിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈറ്റ് സ്മോൾ ലെറ്റർ Hനെയാണ് നമ്മൾ ഡൈനാമിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതിനകത്ത് തന്നെ നമുക്ക് ക്യാപിറ്റൽ H എന്ന് കാണിച്ചിരിക്കുന്നത് നമുക്ക് സ്റ്റാറ്റിക് പ്രഷറാണ്. ആ ഒരു ലിക്വിഡിന് മൂവ്മെന്റ് ഇല്ലാത്ത സമയത്തുള്ള ആ പ്രഷർ, മൂവ്മെന്റ് ഉള്ളപ്പോഴും ആ ഒരു സ്റ്റാറ്റിക് പ്രഷർ അവിടെ ഉണ്ടാവും. എങ്കിലും നമ്മളിവിടെ ഈ കേസിൽ പറയുമ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെന്റ് ഇല്ലാത്ത ലിക്വിഡിലേക്കാണ് നമ്മൾ ഈ പിറ്റോ ട്യൂബ് കൊണ്ടുവന്ന് വെക്കുന്നതെങ്കിൽ ഒരിക്കലും H ഹൈറ്റിലേക്ക് ലിക്വിഡ് ഇവിടെ നിന്ന് ഉയരില്ല. ലിക്വിഡിന്റെ ഹൈറ്റ് ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ H അല്ലെങ്കിൽ സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്കിവിടെ ഡൈനാമിക് പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫ്ലോയിങ് ലിക്വിഡേക്കാണ് നമ്മൾ കൊണ്ടുവെക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്താണ്, ഈ ലിക്വിഡ് ഇവിടെ വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആകും. വെലോസിറ്റി 0 ആകുമ്പോൾ നമുക്ക് എന്താണ്, എനർജി ക്യാൻ എയ്തർ ബി ക്രിയേറ്റഡ് ഓർ ബി ഡിസ്ട്രോയ്ഡ് എന്ന് പറയുന്ന കൂട്ട് തന്നെ നമുക്ക് എന്താണ്, ഇവിടെ ഒരു വെലോസിറ്റിയിലുള്ള ഒരു ലിക്വിഡ് വന്നിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആവണം. അപ്പോൾ അവിടുത്തെ ആ എനർജി എന്തിലേക്ക്, വേറൊരു എനർജിയിലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്തെന്താവും, ഇവിടുത്തെ പ്രഷർ ഹെഡ് അല്ലെങ്കിൽ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കേസിൽ പറയുമ്പോൾ നമുക്ക് ഈ പിറ്റോ ട്യൂബ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംപിളി ഒരു 90 ഡിഗ്രി ബെൻഡുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ് നമുക്ക് വരുന്നത്. അത് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലോയിലേക്ക്, നമുക്ക് ലിക്വിഡിൻ്റെ ഫ്ലോയിലേക്ക് കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹൈറ്റ് കിട്ടും. ഓക്കെ, ഈ ഹൈറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്കിനി നോക്കാം. അപ്പോൾ നമുക്കിവിടെ 2 പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. 2 പോയിന്റ് കൺസിഡർ ചെയ്യുന്നത് നമുക്ക് എന്താണ്, ഈ 1 എന്ന് പറഞ്ഞ ഒരു പോയിന്റും അതുപോലെ തന്നെ 2 എന്ന് പറയുന്ന പോയിന്റും നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. ഓക്കെ, അവിടെ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്താണ് വരുന്നത്, നമുക്കിവിടെ P1 എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് സെക്ഷൻ 1 ഇല്ലെങ്കിൽ പോയിന്റ് 1, P2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി പ്രഷർ അറ്റ് സെക്ഷൻ 2 അല്ലെങ്കിൽ പോയിന്റ് 2, V1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് വെക്കാം. അതൊക്കെ നമുക്ക് ഇവിടെ വേണ്ടതാണ്.
ഇനി നമ്മൾ ഈ ഒന്നാമത്തെ സെക്ഷനിൽ രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണം. ബെർണോളിസ് തിയറം ഈ ഒരു പോയിന്റിലും ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? P1/ρg പ്ലസ് V1² / 2g പ്ലസ് Z1 = P2/ρg പ്ലസ് V2² / 2g പ്ലസ് Z2. ഓക്കെ, നമ്മൾ അവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ എന്താണ്, ഹൊറിസോണ്ടലാണ്, 2 പോയിന്റ് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് Z1 എന്ന് പറഞ്ഞാലും Z2 എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി P1/ρg എന്ന് പറഞ്ഞാൽ പ്രഷർ ഹെഡ്. നമുക്കിതാ ഇവിടെ ഈ ഒന്നാമത്തെ പോയിന്റിലെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ പോയിന്റിലെ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ P1/ρg ആണ്. അത് നമുക്ക് എന്താണ്, ഇതാ ഈ H ആയിരിക്കും നമുക്കവിടെ ഉണ്ടാവുക. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റിലെ പ്രഷർ ഹെഡ് എന്ന് പറയുമ്പോൾ P2/ρg ആണ് നമുക്കവിടെ വരിക. അവിടുത്തെ എന്തായിരിക്കും? അപ്പോൾ നമുക്ക് പ്രഷർ ഹെഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? നമുക്ക് ഇവിടെ ഒരു വെലോസിറ്റിയിലുണ്ടായിരുന്ന ഫ്ലൂയിഡ് ഇവിടെ വരുമ്പോൾ വെലോസിറ്റി എന്തായി? ആ വെലോസിറ്റി 0 ആയി അല്ലേ? വെലോസിറ്റി 0 ആയപ്പോൾ ഇവിടെ എന്താണ്? ഇവിടുത്തെ പ്രഷർ ഹെഡ് റൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ടോട്ടൽ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇവിടെ നിന്ന് ഈ ഹൈറ്റ് ആണ് വരിക. അപ്പോൾ എന്തൊക്കെയുണ്ട്? H പ്ലസ് സ്മോൾ ലെറ്റർ H ആണ് നമുക്ക് അവിടുത്തെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ വരുമ്പോൾ P1/ρgക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ക്യാപിറ്റൽ H സ്റ്റാറ്റിക് ഹെഡ് ക്യാപിറ്റൽ H കൊടുക്കാൻ പറ്റും. P2/ρgക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? H പ്ലസ് ക്യാപിറ്റൽ H എന്ന് നമുക്കവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മളത് നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1/ρgക്ക് പകരം H കൊടുക്കുക, V1² / 2g അതേപോലെ എഴുതുക. Z ക്യാൻസൽ ആയിട്ട് പോയി, Z2 ക്യാൻസൽ ആയിട്ട് പോയി. P2/ρgക്ക് പകരം H പ്ലസ് H കൊടുക്കുക, V2² / 2g. വെലോസിറ്റി ഇല്ല, വെലോസിറ്റി അവിടെ എന്തായി? 0 ആയി. രണ്ടാമത്തെ പോയിന്റിലെ വെലോസിറ്റി 0 ആയപ്പോൾ അവിടെ V2² / 2g അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? മിച്ചം കിട്ടുന്നത് H പ്ലസ് V1² / 2g = സ്മോൾ ലെറ്റർ H പ്ലസ് ക്യാപിറ്റൽ H. അവിടെ H രണ്ടും ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി വരുന്നത് എന്താണ്? ബാക്കി വരുന്നത് H സ്മോൾ ലെറ്റർ H = V1² / 2g. അതിൽ നിന്ന് V1 എന്ത് കിട്ടും? V1 = √2gh. അപ്പോൾ നോക്കിക്കേ, V1 വെലോസിറ്റി അറ്റ് V1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? V1 എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? ഈ ഒന്നാമത്തെ പോയിന്റിലെ, അതായത് ഇവിടെ എവിടെയെങ്കിലും ഉള്ളൊരു പോയിന്റിലെ വെലോസിറ്റിയാണ്. ഒന്നാമത്തെ പോയിന്റിലെ വെലോസിറ്റിയാണ് V1. അതെങ്ങനെ കണ്ടുപിടിക്കാം? V1 = √2g ഇൻറ്റു ഏതാണ്? H എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ വെലോസിറ്റി കാരണം ഇവിടെ ഉണ്ടായ റൈസ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്, ഒരു പിറ്റോ ട്യൂബിനെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ, പിറ്റോ ട്യൂബിനെ നമ്മൾ ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിൽ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇത്ര റൈസ് കിട്ടുമല്ലോ. ആ റൈസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, H. ആ റൈസ് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെയുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. 1-ലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? V1 = √2gh എന്ന് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ പിറ്റോ ട്യൂബ് വെച്ചിട്ട് നമ്മളവിടെ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെ നമുക്ക് ഇവിടെ ഇപ്പോൾ കിട്ടിയ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തിയറട്ടിക്കൽ വെലോസിറ്റിയാണ്. ആക്ച്വൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? നമുക്ക് V ആക്ച്വൽ എന്ന് പറഞ്ഞാൽ CV × √2gh ആയിരിക്കും. CV എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആണ്. അപ്പോൾ V ആക്ച്വൽ എന്ന് പറഞ്ഞാൽ എന്നാൽ CV × √2gh ആണ് നമുക്കവിടെ വരിക. ഇനി അടുത്ത പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലാസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ്. പിറ്റോഡ് ട്യൂബിൻ്റെ ഓരോ വെറൈറ്റീസ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബ്. പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ? ഇതൊരു 2 സർക്കുലർ കോൺസെൻട്രിക് ട്യൂബ് ഉണ്ടാവും. ഈ കാണിച്ചിരിക്കുന്ന രണ്ടും ഒരേ അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. ഇതിനകത്ത് ഈ സർക്കുലർ ട്യൂബ് സെൻട്രൽ ഒരു ട്യൂബ് ഉണ്ടാവും. അതിന് എക്രോസ് ആയിട്ട് നമുക്ക് എന്താണ്, ഒരു കോൺസെൻട്രിക് ഒരേ സെൻറ്ററായിട്ട് നമുക്ക് വേറൊരു ട്യൂബ്, 2 കോൺസെൻട്രിക് ട്യൂബ് നമുക്കവിടെ ഉണ്ടാവും. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന 2 കോൺസെൻട്രിക് ട്യൂബ് ഉണ്ടാവും. അതിന് നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഹോൾസ് ഉണ്ടാവും. ഹോൾസ് നമുക്ക് എന്താണ്, ലിക്വിഡ് ഡയറക്റ്റ് ആയിട്ട് അതിനകത്തൂടെ കയറുന്നതിന് പകരം നമുക്ക് എന്താണ്, മേളിൽ നിന്ന് ആ ഒരു സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാനും അതുപോലെ ഡൈനാമിക് പ്രഷറും അറ്റ് എ ടൈം നമുക്ക് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് ആ ഒരു മാനോമീറ്ററിലേക്ക് കൊണ്ടുവന്ന് നമുക്കവിടെ എന്താണ് എക്സ് നമുക്കവിടെ ഡിഫറൻസ് കിട്ടും. നമുക്ക് സ്റ്റാറ്റിക്കിൻ്റെ ഡൈനാമിക്കിൻ്റെ ആ ഒരു ഡിഫറൻസ് നമുക്കവിടെ കിട്ടും. ആ ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ 2 പോയിന്റിലെയും പ്രഷർ ഹെഡിൻ്റെ ഡിഫറൻസ് നമുക്കവിടെ കിട്ടും. അപ്പോൾ ഇതിനാണ് നമ്മൾ പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതാണ്, ഈ ഒരു ഫിഗറാണ് നമ്മളിവിടെ വരച്ച് വെക്കേണ്ടത്. ഇവിടെ എന്താണ് ശരിക്കും നോക്കിയാൽ നമുക്കിവിടെ ഒരു ട്യൂബുണ്ട്. ആദ്യം ഒരു ചെറിയൊരു ഡയമീറ്റർ ഉള്ള ഒരു ട്യൂബുണ്ട്. അതിനെ പൊതിഞ്ഞുകൊണ്ട് നമുക്ക് എന്തുണ്ട്, ഒരു ഇതേപോലെ ലാർജ് ഡയമീറ്റർ ട്യൂബുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് എന്തുണ്ടാവും, ഹോൾസ് ഉണ്ടാവും. ഇവിടെ നമുക്ക് ഈ ഒരു ലാർജ് ഔട്ടർ ട്യൂബിന് നമുക്ക് ഹോൾസ് ഉണ്ടാവും. അതിലൂടെ നമ്മുടെ സ്റ്റാറ്റിക് ലിക്വിഡ് അകത്തേക്ക് വരും. അങ്ങനെ ആ സ്റ്റാറ്റിക് പ്രഷർ നമുക്ക് അതിനകത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഡൈനാമിക് ഫ്ലൂയിഡ് എന്താണ്, ഡൈനാമിക് ആ മൂവ്മെൻ്റ് ഉള്ള ഫ്ലൂയിഡ് ഇതിനകത്തൂടെ കയറി അകത്തേക്ക് വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മളവിടെ വരുന്നത്. നമുക്കിവിടെ ഒരു പ്രോബ്ലം നോക്കാം. എ പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബ്
placed in the center of a 30 mm 300 mm pipeline has one orifice pointing upstream and other perpendicular to it. The mean velocity in the pipe is 0.8 of the central velocity. Find the discharge through the pipe if the pressure difference between the two orifices is 60 mm of water. Take the coefficient of pitot tube as CV is equal to 0.98. അപ്പോൾ നമുക്ക് ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് വന്നിട്ടുണ്ട് എത്രയാണ് 300 mm, ദാറ്റ് ഈസ് 0.3 മീറ്റർ. എച്ച് തന്നിട്ടുണ്ട് നമുക്ക് എത്രയാണ് വന്നിട്ടുള്ളത്, എച്ച് ഇസ് ഈക്വൽ ടു 60 mm ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് 0.06 മീറ്റർ ഓഫ് വാട്ടർ. പിന്നെ സി വി കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി 0.98 ആണ്. നമുക്ക് മീൻ വെലോസിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ വെലോസിറ്റിയുടെ 0.8, അതായത് 0.8 ഓഫ് ദി സെൻട്രൽ വെലോസിറ്റി ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് അവിടെ സെൻട്രൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് സി വി ഇൻറ്റു √2g വെച്ച് കിട്ടുന്ന വെലോസിറ്റിയാണ് നമുക്ക് സെൻട്രൽ വെലോസിറ്റി. സി വി എന്ന് പറഞ്ഞാൽ 0.98 ആണ് ഇൻറ്റു √2g ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 0.06 ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന 1.063 ആണ് നമുക്കവിടെ സെൻട്രൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1.063 ആണ്. ഇനി അടുത്ത് നമുക്ക് മീൻ വെലോസിറ്റി എന്ന് പറയുന്നത് 0.8% ഓഫ് സെൻട്രൽ വെലോസിറ്റി, ദാറ്റ് ഈസ് 0.8 ഇൻറ്റു 1.063, അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്നാൽ 0.8506 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം, ഏരിയ ഓഫ് ദ പൈപ്പ് ഇൻറ്റു മീൻ വെലോസിറ്റി ചെയ്താൽ നമുക്ക് ഡിസ്ചാർജ് ആയി. ഏരിയ ഓഫ് ദ പൈപ്പ് എന്ന് പറഞ്ഞാൽ π/4d² ആണ്, അത് ഇൻറ്റു മീൻ വെലോസിറ്റി, ദാറ്റ് ഈസ് π/4 ഇൻറ്റു 0.3² ഇൻറ്റു 0.85, അതായത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.06 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് നമുക്ക് അവിടുത്തെ വാല്യൂ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് ആൻ ഓയിൽ ത്രൂ എ pipe which when the difference of mercury level in a differential U2 manometer connected to the two tappings of the pitot tube is 100 mm. Take coefficient of pitot tube is 0.98 and the specific gravity of oil is 0.8. ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് എന്താണ്, നമുക്ക് ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാനാണ്. വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് ഓയിലാണ് നമുക്കവിടെ ശ്രദ്ധിച്ചോളൂ, ലിക്വിഡ് എന്ന് പറയുന്നത് ഓയിലാണ്. അപ്പോൾ നമുക്കിവിടെ എക്സ്, നമുക്ക് ആ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ തന്നിരിക്കണം ആ എക്സ് ഡിഫറൻസ് തന്നിരിക്കുന്നത് 100 mm എന്നാണ്, ദാറ്റ് ഈസ് 0.1 മീറ്റർ. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ 0.8 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഡിഫറൻഷ്യൽ മാനോമീറ്ററിലുള്ളത് നമുക്ക് മെർക്കുറി ആണെന്ന് അറിയാം, ദാറ്റ് ഈസ് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ SG നമ്മൾ മാർക്ക് ചെയ്യുന്നത് 13.6 ആണ്. ഇനി സി വി തന്നിട്ട് 0.98 ആണ്. നമുക്ക് ഡിഫറൻഷ്യൽ മാനോമീറ്റർ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന പ്രഷർ ഹെഡ്, ഡിഫറൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താണ്, എച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SG/S0 - 1. ഈ SGക്ക് പകരം നമുക്ക് എച്ച് ഹെവി, എസ് ഹെവി എന്ന് നമുക്ക് എഴുതാം, SH ഡിവൈഡർ ബൈ S0 - 1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ എച്ച് നമുക്ക് ഡിഫറൻഷ്യൽ ഹെഡ് എച്ച് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എക്സ് ഇൻറ്റു SG/S0 - 1. അതെന്താണ്, ഹെവി ലിക്വിഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ്, എക്സ് നമുക്കറിയാം 0.1 ആണ്, ദാറ്റ് ഈസ് 0.1 ഇൻറ്റു 13.6 ഡിവൈഡ് ബൈ 0.8 - 1. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ആണ് SG 13.6, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ ആണ് SO 0.8. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 0.1 ഇൻറ്റു 13.6 ഡിവൈഡർ ബൈ 0.8 - 1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.6 മീറ്റർ ഓഫ് ഓയിലാണ്. അപ്പോൾ നമുക്ക് എച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താ, വെലോസിറ്റി V = √2g H ചെയ്യുക. √2g H ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 5.49 മീറ്റർ പെർ സെക്കൻഡ് ആണ്.